നമസ്കാരം. നമുക്ക് ഇന്നത്തെ കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. കാരണം പണ്ട് സ്കൂൾ കുട്ടികളെക്കുറിച്ച് ചില ധാരണകളൊക്കെ മാതാപിതാക്കൾക്കും ഒപ്പം അധ്യാപകർക്കും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ. ചിലപ്പോൾ അങ്ങനെ സഞ്ചരിച്ചു പോയവരും ആയിരിക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി. ആ വീഡിയോ അധ്യാപകനെതിരെ ആക്രോശിക്കുന്ന ഒരു കുട്ടിയുടേതായിരുന്നു. അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു തിരിച്ചറിവ് നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അതിനെതിരെ വലിയ വാർത്തയൊക്കെ ആയതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു, അതിനെതിരെ അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. നല്ലത്, അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൻ്റെ ഫലം എന്താണ്, എന്തായിരിക്കും അതിനുശേഷം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാലും ചിലത് പറയാതെ പോകാൻ കഴിയുന്നില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം അഞ്ജു പ്രതീഷ് എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. പക്ഷേ അതിനകത്ത് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അത് നമ്മൾ പറയേണ്ടതുമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നിൻ്റെ കുട്ടികളെക്കുറിച്ച്, അവർ നേടുന്ന അറിവിനെക്കുറിച്ച്, മോറൽ വാല്യൂസൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ച്. നമ്മൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ കണ്ടത് എന്താണ്? കേരളം വല്ലാതെ വികസിച്ചു പോയിരിക്കുന്നു. കൊച്ചു കൊച്ചു തർക്കങ്ങളിൽ പോലും പരിഹാരം കണ്ടെത്താൻ ചെറു ബാല്യങ്ങൾ കത്തിയെടുത്ത് വീശുന്ന തരത്തിൽ നമ്മുടെ വികസനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകരോട് പുറത്തു വാ, കൊന്നുകളയുമെന്ന് കൊലവിളി മുഴക്കുന്ന രീതിയിൽ വളർന്നു നിൽപ്പുണ്ട് ആ പുരോഗമനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗുരുവന്ദനം എന്നത് മഹാപരാധമായി വിലയിരുത്തപ്പെടുന്ന പ്രബുദ്ധ കേരളത്തിൽ റീത്ത് നൽകി യാത്രയപ്പ് നൽകുന്നതും പ്രതീകാത്മക ശവകുടീരമുണ്ടാക്കുന്നതുമൊക്കെയാണ് വിദ്യ ആഭാസം എന്ന് പറയുന്നത്. ഇന്നിൻ്റെ പുരോഗമന കാലഘട്ടത്തിൽ ഗുരു അഥവാ അധ്യാപകനെ മറ്റേത് വ്യക്തിയെയും പോലെ ഒരു ഉപജീവന മാർഗം ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന ഒരാളായി മാത്രം കണ്ടാൽ മതി എന്ന പ്രചാരണം, അത് നടത്തുമ്പോൾ കുട്ടികളിൽ നിന്ന് നഷ്ടമാവുന്ന ചില മൂല്യങ്ങളുണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഗുരുവന്ദനം നടത്തിയാൽ, പഠിപ്പിച്ച അധ്യാപകൻ്റെ കാലിൽ തൊട്ടൊന്ന് അനുഗ്രഹം തേടിയാൽ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നോട്ട് പോകുന്നുവെന്ന് നരേറ്റീവുകൾ പ്രചരിപ്പിച്ചവരൊക്കെ തന്നെയാണ് ഗുരുനിന്ദയെ നോർമലൈസ് ചെയ്തവർ എന്നത് നമ്മൾ മറക്കുകയും ചെയ്തത്. പ്രബുദ്ധ കേരളം എന്ന ടാഗ്ലൈൻ തൂക്കിയിട്ട് ചില വിദ്യാർത്ഥി സംഘടനകളെ അഴിച്ചുവിട്ട് സകലമാന വൃത്തികേടുകളും നിങ്ങൾ ചെയ്തുകൊള്ളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുമ്പോൾ ഓർക്കണമായിരുന്നു ഒരിക്കൽ ഇതൊക്കെ അരാജകത്വത്തിലേക്ക് വഴിമാറുമെന്ന്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനും വിദേശകാര്യ നയതന്ത്ര വിദഗ്ധനുമായിട്ടുള്ള TP ശ്രീനിവാസനെ നമ്മൾ മറന്നിട്ടില്ല. കോവളം ലീല പാലസിന് മുന്നിൽ വെച്ച് ഒന്തി താഴെയിട്ട് പിന്നീട് വളഞ്ഞിട്ട് മർദ്ദിച്ച വിദ്യാർത്ഥി സംഘടനാ പുരോഗമന കേരളത്തിന് നൽകിയ സന്ദേശത്തെയും നമ്മൾ മറന്നിട്ടില്ല. എന്തായിരുന്നു ആ സന്ദേശം? 26 വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങിയ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N സരസുവിന് കുഴിമാടം പോലെ മണ്ണുയർത്തി വെച്ച് ചന്ദനത്തിരി കത്തിച്ചു വെച്ച ശേഷം 26 വർഷത്തെ പഴംപുരാണത്തിന് വിരാമമെന്ന് എഴുതിയ പോസ്റ്ററും ഒരു റീത്തും വെച്ച് പ്രതീകാത്മക ശവമടക്ക് നടത്തിയപ്പോൾ അവർ നൽകിയ പാഠം എന്താണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബീനയുടെ കസേര കത്തിച്ചതൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു, ഇത് കണ്ട് പഠിക്കുന്ന അടുത്തൊരു തലമുറ തല തിരിഞ്ഞു വരുമെന്ന്. വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥൻ്റെ മുന്നിൽ നിന്നും മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കുമെന്ന് തെരുവുകുണ്ടയെപ്പോലെ ആക്രോശിച്ച വിദ്യാർത്ഥി നേതാവിനെയൊക്കെ ഹീറോ ആക്കി അവതരിപ്പിച്ച അല്ലെങ്കിൽ അവരോധിച്ച നാട്ടിലൊരു +1 പയ്യനിൽ നിന്നൊക്കെ ഇത്രയും ഗുരുസ്നേഹം പ്രതീക്ഷിച്ചാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. മതിയാകും. ഒരു സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയുടെ നെഞ്ചത്തും സാരിയിലും കരിയോയിൽ ഒഴിച്ചപ്പോൾ, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പ്രിൻസിപ്പലിന് വിരമിക്കുന്ന വേളയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പോസ്റ്റർ പതിച്ചപ്പോൾ ഒക്കെ ഇന്നത്തെ തലമുറയിൽ നിന്ന് നഷ്ടമായത് തിരിച്ചറിവ് തന്നെയായിരുന്നു എന്ന് എഴുതി വെക്കാതിരിക്കാൻ കഴിയുന്നില്ല, പറയാതിരിക്കാൻ കഴിയുന്നില്ല. കൊയിലാണ്ടി ശ്രീ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു. അധ്യാപകൻ ഇനി 2 കാലിൽ കോളേജിൽ കയറില്ലെന്ന് ആക്രോശിച്ചു പ്രസംഗിച്ച വലിയേട്ടന്മാരെ കണ്ടു വളരുന്ന അനിയൻ സഖാക്കന്മാർ അല്ലെങ്കിൽ അനിയൻ കുട്ടന്മാർ പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുമാണ് നമ്മൾ നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ചിന്തനീയമാണ്.
കാരണം ഇങ്ങനെ ചെറുബാല്യത്തിലേക്ക് എത്തപ്പെടുന്നവർ പോലും ഊരാക്കുരുക്കിലാകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഈ പാലക്കാടിൻ്റെ കഥ പറഞ്ഞു തരുമ്പോൾ അത് അവസാനത്തേതല്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും നടന്നിരിക്കുന്നു SFIയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം കുറച്ചു മുൻപ്, അല്ലെങ്കിൽ 1-2 മാസത്തിന് മുൻപ് നടന്ന ഇതേ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മറ്റൊരു SFIക്കാരനെ തന്നെ SFIക്കാർ തല്ലിക്കൂട്ടുന്ന ചിത്രവും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും വന്നു കഴിഞ്ഞു. കലാലയങ്ങളെയും സ്കൂളുകളെയും ഇങ്ങനെ കലാപാന്തരീക്ഷത്തിൽ കലുഷിതമാക്കുന്ന തരത്തിലേക്ക് ഈ സ്കൂൾ രാഷ്ട്രീയവും ഒപ്പം തന്നെ പല കുട്ടി സഖാക്കന്മാരുടെ വരവുമൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒപ്പം ഈ പറയുന്ന മാതാപിതാക്കളെയും. സ്കൂളുകളിലും കോളേജുകളിലേക്കും വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണോ വിദ്യാർത്ഥികൾ എത്തുന്നത് അത് നേടിയെടുക്കുവാനുള്ള ത്വര ഈ പറയുന്ന പുതിയ സമൂഹത്തിന് ഇല്ലാതാകുന്നതിൽ വേദനിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയും മഹത്വവും പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്ന ഗുരുവിനെ തന്നെ വെട്ടാൻ വാളോങ്ങുന്ന തരത്തിലേക്ക് ഒരു വിദ്യാർത്ഥി സമൂഹം വളർന്നു കഴിഞ്ഞാൽ മുളയിലെ നുള്ളിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പാലക്കാട് നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ അദ്ദേഹവും മറന്നിരിക്കാം കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ താണ്ഡവമടക്കം ഈ കേരള സമൂഹം മറന്നിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ കടന്നു പോകുന്ന കുട്ടി സഖാക്കളടക്കം ഈ കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള അപ്രമാദിത്വങ്ങളെ ഇല്ലാതാക്കണമായിരുന്നുവെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ മുളയിലെ തന്നെ ചില തെറ്റുകൾ തിരുത്തണമായിരുന്നു. ആ തെറ്റുകൾ തിരുത്തിയിരുന്നുവെങ്കിൽ മുൻപേ നടന്നുപോയ വലിയേട്ടന്മാർ കാണിച്ചു കൊടുത്ത പാതയിലേക്ക് ഇന്ന് ഈ കുഞ്ഞനിയന്മാർ എത്തില്ലായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമെങ്കിലും വേണമായിരുന്നു ഇവർക്ക്. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്ന് അധ്യാപകനെ കാലുവെട്ടാനും കൈവെട്ടാനും കുത്തിക്കീറാനും മടിക്കാത്ത തരത്തിലേക്ക് ഒരു പൊതുസമൂഹം എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കലാലയങ്ങൾ എത്തിച്ചേരുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ദുഃഖമുണ്ട്. ഇങ്ങനെ ആകരുത് ഒരു കലാലയങ്ങളും, ഇങ്ങനെ ആകരുത് ഒരു വിദ്യാർത്ഥികളും.